ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ കേക്ക് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കേക്ക് സെറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് ചെയ്യണതിൻ്റെ തലേ ദിവസമാണ് ഈ ഒരു ഓർഡർ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അർജൻറ്റാണ്, ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ലൊക്കേഷനും കാര്യങ്ങളും ഒരു ഇൻവിറ്റേഷൻ കാർഡാണ്, വെഡിങ്ങിൻ്റെ ഇൻവിറ്റേഷൻ കാർഡ് നമുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലൊക്കേഷൻ നിങ്ങളുടെ ഏരിയ ആണോ എന്ന് ചോദിച്ചു. അപ്പം മലപ്പുറം എന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ ആ ഏരിയ ആണ്. പക്ഷെ അതിൽ മേലാറ്റൂർ എന്നുള്ള സ്ഥലം വന്നപ്പോൾ അത് കറക്റ്റ് എവിടെയെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മേലാറ്റൂർ കുറച്ച് ലോങ് ആണ്, ചാർജ് തരാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ചാർജൊക്കെ പറഞ്ഞ് അപ്പോൾ അവർക്ക് ഓക്കെ ആണ്. കുറച്ച് കൂടുതൽ ഡെലിവറി ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അവർ ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അർജൻറ്റ് ആയതുകൊണ്ട് അവർ ഓർഡർ തന്നു. അങ്ങനെ ഓർഡർ തന്നപ്പോൾ പിന്നെ ഓർഡറിലുള്ളത് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. ഡെലിവറി ചാർജ് തരാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം ഞാൻ ഇതുപോലെ മലപ്പുറമുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവരായിട്ട് സംസാരിച്ചിട്ട് ഈ ഒരു വർക്ക് ചെയ്യാൻ ലോങ് പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട്. അപ്പോൾ അവരുമായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചാർജ് തരാൻ അവർ ഓക്കെ അല്ലെങ്കിൽ ആ ഓർഡർ അവർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോഴവർ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ചാർജ് തരാം, പിന്നെ ഞാൻ പറഞ്ഞു അവരോട് ഇങ്ങനെ ഒരു ടീമിനെ റെഡിയാക്കി തരാം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണ്ട, നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് തന്നാൽ മതി, ഞങ്ങൾ ചാർജിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ചാർജ് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. 2:30ക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. തിരിച്ച് വരുമ്പോൾ ഞങ്ങൾക്കൊരു മാരേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്തണം. ആ ഒരു പ്ലാനിങ്ങിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ നൈറ്റ് മാരേജിന് പോകാനുള്ളതായിരുന്നു. പിന്നെ 2 കേക്ക് ഓർഡറും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ എന്താ പറയുക, കേക്ക് സെറ്റ് ചെയ്യാണ് കേട്ടോ. കേക്ക് സെറ്റ് ചെയ്യാൻ വീട്ടിൽ അല്ല, ആ ഒരു ഹാളിൽ അതിനുള്ള സൗകര്യം ഒന്നുമില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെയാണ് കേക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പിനായിട്ട് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൾ എടുത്ത് വലിയ കേക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ കേക്ക് വെച്ചിട്ട് ഞാൻ അതിലേക്ക് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ കേക്കിന് ചെറുതായിട്ട് മെൽറ്റായിട്ടൊക്കെ ഉള്ള പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് മെൽറ്റായത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ വന്നപ്പോൾ ജസ്റ്റ് ഇതിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ളതേ ഉള്ളൂ, 2 ടയറേ ഉള്ളൂ. പക്ഷേ ലോങ് ആയതുകൊണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുത്തു. പിന്നെ അതുപോലെ ബട്ടർ സ്കോച്ച് ആട്ടോ ഫ്ലേവർ. അപ്പോൾ ബട്ടർ സ്കോച്ചൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ക്രാക്ക് വന്നിട്ട് ലീക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റിക്കർ വെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് മക്കളെയും കൂടി കൂട്ടിയിട്ടുണ്ട്, ലോങ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ ഹെൽപ്പിന് ഓട്ടോയിലാണ് കേക്ക് ഡെലിവറി ചെയ്യാറുള്ളതല്ലോ. അപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ ഞങ്ങൾ അടുത്തുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കേക്ക് സെറ്റ് ചെയ്യാൻ പോണ സമയത്തൊക്കെ അവരെ ഞങ്ങൾ എന്താ പറയുക, വണ്ടിയിലാണ് പോവുക. കാറിൽ പോവും, ഓട്ടോയിലല്ല കേട്ടോ. അങ്ങനെ ലോങ്ങിൽ പോണ സമയത്ത് കാറിൽ പോവക്കാണ്. അപ്പോൾ ഹെൽപ്പിനായിട്ട് അവൻ്റെ വൈഫിനെയും കൂട്ടും. അങ്ങനെയാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ സ്റ്റോറി ട്വിസ്റ്റ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേലാറ്റൂർ എത്തിയപ്പോഴാണ് പറഞ്ഞത് നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് വെച്ച് നോക്കുമ്പോൾ കോൺടാക്ട് നമ്പറൊന്നും കയ്യിലില്ല. ഓർഡർ തന്നവരാണെങ്കിൽ ഇത് സർപ്രൈസാണ്, വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേലാറ്റൂർ എത്തിയിട്ട് അവിടെ ഇങ്ങനെ ഒരു സ്ഥലം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മേലാറ്റൂർ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല, അങ്ങനത്തെ ഒരു ഓഡിറ്റോറിയം ഇല്ല എന്നുള്ളത്. ആകെ പെട്ട അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം അത്രയും ലോങ് വന്നിട്ട് ഞങ്ങൾക്കിപ്പം എന്താ പറയുക, ആ ഒരു ഭാഗത്തേക്ക് 60 കിലോമീറ്റർ ഉണ്ട് വരാൻ. അപ്പോൾ വന്നിട്ട് ഇത്രയും റിസ്ക് എടുത്ത് വന്നിട്ട് അവിടെ അങ്ങനത്തെ ഒരു സ്ഥലവും ഇല്ല, അങ്ങനത്തെ ഒരു ഓഡിറ്റോറിയം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ നന്നായിട്ട് ഷോക്കായി പോയിട്ട് ഞങ്ങൾ ആകെ എന്താ പറയുക, പറ്റിച്ചോ എന്നുള്ള ആ ഒരു ചിന്ത വരെ വന്നു. അങ്ങനെ ഇരിക്കുകയാണ് ആ ഇൻവിറ്റേഷൻ കാർഡിൽ അവരെ അച്ഛൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ഇത് എവിടെയാണ് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് നിലമ്പൂരാണ്, നിലമ്പൂർക്ക് നിങ്ങൾ എത്തണം എന്നുള്ളത്. അവിടെയാണ് കല്യാണം നടക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യും, കാരണം നിലമ്പൂർക്ക് ഇവിടുന്ന് വീണ്ടും 40-45 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് വെച്ചിട്ട് ഞങ്ങൾ നടുക്ക് പെട്ട അവസ്ഥ ആയി പോയിട്ടാണ്. എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേക്ക് അപ്പം വെച്ചിട്ട് നമുക്ക് പറ്റൂല, ഞങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ചതിയായി പോകും. അപ്പോൾ എന്ത് ചെയ്തു, ഏതായാലും ഡ്രൈവർ പറഞ്ഞു ഏതായാലും നമ്മളിവിടെ നടുക്ക് പെട്ടുപോയി, ഇനി ഇതെന്തായാലും ഡെലിവറി ചെയ്തിട്ട് പോവാം. അപ്പോൾ ഞങ്ങളിപ്പോൾ 2 കേക്ക് ഓർഡർ രാത്രിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് 2ഉം ക്യാൻസൽ ചെയ്താണ് കേട്ടാന്ന് പറഞ്ഞു. കാരണം നമ്മൾ എന്തായാലും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 12 മണി ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയി സെറ്റ് ചെയ്ത് അവരുടെ ഫംഗ്ഷനിൽ അവർക്ക് ആവശ്യമുള്ള പോലെ ചെയ്ത് കൊടുത്തിട്ട് വേണം തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ 2 കേക്കും വിളിച്ച് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഹാളിൽ പോയി കേക്കെല്ലാം റെഡിയാക്കി വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ സെറ്റാക്കിയിട്ട് അവിടെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോഴാണ് അവിടെ നല്ല എന്താ പറയുക, വെഡ്ഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, റിസപ്ഷൻ ആട്ടോ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ.
പിന്നെ കട്ടിങ്ങിൻ്റെ ആ സമയം ആയിട്ടില്ല, പക്ഷെ അവിടെ നല്ല ചൂടാണ്. കേക്ക് ഓൾറെഡി മെൽറ്റ് ആയിട്ടുണ്ട്, മുകളിലുള്ള കേക്ക് മെൽറ്റ് ആയിട്ടുണ്ട്. താഴെയുള്ള കേക്ക് എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എസിൻ്റെ ആ കൂളിംഗ് കൊണ്ട് അതിനൊരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. പക്ഷേ ഈ മുകളിലുള്ള ചെറിയ കേക്ക് ബാക്ക് സൈഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ അതിന് ചെറുതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഓർഡറാണ്. പിന്നെ ഈ ഓർഡർ തന്ന ആൾ നമ്മൾ നാട്ടുകാരനല്ല, അവർ കണ്ണൂക്കാരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഏരിയ കാര്യങ്ങളൊന്നും അറിയില്ല, എത്ര എങ്ങനെയെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എന്താ പറയുക, അവർ അയച്ചു തന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻവിറ്റേഷൻ കാർഡ് പെണ്ണിൻ്റെ വീട്ടിലത്തെ കാർഡായിരുന്നു. അപ്പോൾ അതിൽ അവർക്ക് മേലാറ്റൂർ എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെക്കൻ്റെ വീട്ടിലേക്കാണ് കൊടുക്കേണ്ടതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെയാണ് വിളിച്ചപ്പോഴാണ് ചെക്കൻ്റെ വീട്ടിൽ നിലമ്പൂർ വരണം എന്നുള്ളതും, പിന്നെ ഞങ്ങൾ വീണ്ടും അത്രയും കിലോമീറ്റർ പോയിട്ടാണ് ഞങ്ങൾ ഈ ഒരു കേക്ക് കൊടുത്തത് കേട്ടോ. അപ്പോൾ ടോട്ടലി നമുക്ക് ഈ ഒരു കസ്റ്റമറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങനെ പെട്ട അവസ്ഥയാണ്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഡെലിവറി ചാർജ് കൂടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കൂടും എന്ന് പറഞ്ഞു കേട്ടോ, ചാൻസ് അല്ല കൂടും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ ഡെലിവറി ചെയ്തോളി, അതൊന്നും നിങ്ങൾ വിഷയമാക്കണ്ട, ഞങ്ങൾ ഡെലിവറി ചാർജ് എത്രയാണോ വരുന്നത് അത് തരാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇങ്ങനത്തെ വർക്കുകളെല്ലാം എടുക്കുന്ന സമയത്ത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്നുള്ളതൊക്കെ അറിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. നമുക്ക് അവരൊരു നല്ല രീതിയിൽ പറഞ്ഞു തന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെടുത്ത് അവരെടുത്തും വന്ന മിസ്റ്റേക്ക് അല്ല, കാർഡിൽ വന്നിട്ടുള്ള ആ ഒരു വ്യത്യാസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡെലിവറി ചെയ്തപ്പോൾ 7:30 ആയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ പക്ഷേ അവിടെ നിന്ന് പെട്ടെന്ന് എന്താ പറയുക സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോരാൻ കഴിഞ്ഞില്ല. അവർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഒരു മാറ്റർ നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഒരു വീഡിയോ എടുത്തതിൻ്റെ ശേഷമേ തിരിച്ച് വരാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ടൈമില്ല, മക്കളെറ്റ് പോയതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 7:30 ഇനിയിപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്തായാലും ഒരുപാട് ലേറ്റായി പോകും. പിറ്റേ ദിവസം കുറേ കേക്കിൻ്റെ വർക്കുകളുണ്ട്, അതെല്ലാം പോയിട്ട് ചെയ്യാൻ പ്ലാനാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം തല തിരിഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വലിയ ലോങ്ങിലേക്കുള്ള വർക്കെല്ലാം വരുന്ന സമയത്ത് ലൊക്കേഷൻ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. ഇതിപ്പോൾ ചാർജ് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആ കേക്കിനേക്കാളും, ഇപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേക്കിൻ്റെ ചാർജിനേക്കാളും ഡബിളായിട്ട്, അതായത് ഇപ്പോൾ കേക്കിന് 2000 രൂപയെ വന്നിട്ടുള്ളൂ ഈ ഒരു കേക്കിന്. പക്ഷേ നമുക്ക് ഡെലിവറി ചാർജായിട്ട് കസ്റ്റമറുടെ അടുത്ത് നിന്ന് 3000 രൂപ വാങ്ങിക്കേണ്ട അവസ്ഥയാണ് വന്നത്. അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ അവസ്ഥകൾ വരും കേട്ടോ. പിന്നെ ഞാൻ വേറെ വർക്ക് വേറൊരാൾക്ക് കൊടുക്കാമെന്ന് വെച്ചു ഈ ഒരു വർക്ക്. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, നിങ്ങളെന്നെ സെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ലോങ് വർക്ക് നമ്മൾ എടുത്തത്. അതിനെ ചാർജ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് സീനില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്താ പറയുക ചിന്തിച്ച് പോവുക, ഇത് ഒരു നഷ്ടമായോ എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ കേക്കെല്ലാം സെറ്റ് ചെയ്തിട്ട് വീട്ടിൽ തിരിച്ചു എത്തിയപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ തന്നെ വീട്ടിലെത്തിയിട്ടാണ്. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ 2 കേക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പിന്നെ അതുപോലെ മാരേജിന് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ കുറച്ച് നമ്മളതായ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഒഴിവാക്കേണ്ടി വന്നു കേട്ടോ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചില ടൈമിങ്ങൊന്നും ചിലപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ വിചാരിച്ച പോലെ ആവണമെന്നില്ല. പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് പിന്നെ കുറച്ച് നേരത്തെ എണീറ്റിട്ടാണ് പിറ്റേ ദിവസത്തിനുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വ്ളോഗ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് ചിലപ്പോൾ ചീത്ത കേൾക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇങ്ങനത്തെ വർക്കുകളൊന്നും എടുക്കരുത് എന്നാണ് കേട്ടോ അവർ പറയാറുള്ളത്. നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറം റിസ്ക് എടുത്തിട്ട് ഒരു കേക്കും ചെയ്യരുത് എന്നാണ്. പക്ഷേ പെട്ട് എന്നുള്ള അവസ്ഥ ആയിരുന്നു. ക്യാൻസൽ ചെയ്യാനും വയ്യ. അവരാണെങ്കിൽ സർപ്രൈസ് കേക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കോൺടാക്ട് നമ്പറെങ്കിലും നമ്മൾ വാങ്ങി വെക്കുക. എന്താ പറയുക ബുദ്ധിമുട്ടുള്ള സമയത്ത് ആ കോൺടാക്റ്റിൽ വിളിച്ചിട്ട് നമ്മളെല്ലാം ക്ലിയർ ചെയ്യണം. ഇത് ഞാൻ കോൺടാക്ട് നമ്പർ വാങ്ങിച്ച് വെക്കാത്തതുകൊണ്ടാണ് ഈ എല്ലാ ബുദ്ധിമുട്ടും വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളെല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്